സ്വയമുയർത്താൻ പേരുവളർത്താൻ ജഡമേറെ കൊതിക്കുമ്പോൾ മണ്ണിൻ മാനം നേടുവാനായി മനസ്സാകെ വെമ്പുമ്പോൾ കുരിശോളം താണദേവാ നിന്നെ മാത്രം ഞാൻ ധ്യാനിക്കും. കുരിശോളം താണദേവാ നിന്നെ മാത്രം ഞാൻ ധ്യാനിക്കും. നിന്റെ മഹത്വമാണേക ലക്ഷ്യം എന്റെ ജീവിതത്തിൽ യേശുവേ. നിന്റെ മഹിമയ്ക്കായി എന്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാനേഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. ദൈവത്തിന് മഹത്വം. ആത്മീക ഉണർവ് എന്ന അതിപ്രാധാന്യ വിഷയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഉണർവ് എന്നുള്ളത് ദൈവവചനത്തിലെ ഉടനീളം കാണുന്ന ഒരു മഹത്തായ വിഷയമാണ്. ഇതിന്റെ ആഴമായ പഠനം നമ്മളെ ദൈവത്തിൽ നിത്യമായി വസിച്ചുകൊണ്ടേയിരിക്കുവാൻ, ദൈവത്തിൽ നിന്നും വ്യതിചലിച്ചും അകന്നും പോകാതെ നിരന്തരമായി കർത്താവിൽ വസിച്ച് ദൈവത്തിന്റെ ഇഷ്ടം നമ്മിൽ പൂർണ്ണമായി നിറവേറുവാൻ കാരണം ആകുന്നതാണ്. വളരെയേറെ പ്രാധാന്യമായി പഠിക്കേണ്ടുന്ന ഈ നാളുകളിലെ ഒരു വിഷയമായിരുന്നു ഇത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം മനുഷ്യ സൃഷ്ടിയുടെ സമയത്ത് വിശദീകരിക്കുന്നതായ 2-ാം അധ്യായത്തിലെ വാക്യത്തിൽ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ്. മനുഷ്യൻ ഒരു പ്രത്യേക അത്ഭുതകരമായ സൃഷ്ടിയാണ്. മറ്റു ജീവജാലങ്ങൾക്ക് വ്യത്യസ്തമായി മനുഷ്യനുള്ളത് ദൈവത്തിന്റെ ജീവശ്വാസമാണ്. അപ്പോൾ തന്നെ മനുഷ്യന് ഒരു ദേഹി എന്ന ഘടകമുണ്ട് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. കൂടുതൽ വിശദീകരിക്കാതെ ഞാൻ നേരത്തെ അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോൾ അതിന്റെ 6-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ എന്നെഴുതിയിരിക്കുകയാണ്. അപ്പോൾ ദൈവം തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞത് മനുഷ്യൻ ജീവനുള്ള ദേഹിയാണെന്ന്. എന്നാൽ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 3-ാം വാക്യത്തിൽ അവൻ ജഡം തന്നെയല്ലോ എന്ന് കൃത്യമായി മറ്റൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. ഉണർവിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടുന്ന ആദ്യപടികളായ വാക്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഈ 2-ാം അധ്യായത്തിനും 6-ാം അധ്യായത്തിനും ഇടയിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ സന്ദർഭം 3-ാം അധ്യായത്തിൽ കാണുകയാണ്. ജീവനുള്ള ദേഹിയായ ദൈവത്തിന്റെ ജീവശ്വാസമുള്ള ദൈവത്തിന്റെ നിത്യജീവന് അവസരമുള്ളതായ ആ സമയത്ത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പിന്നീട് മനുഷ്യനെ, അവന്റെ തലമുറയെയും ദൈവം വിളിക്കുന്നത് അവൻ ജഡം എന്നാണ്. ഇതൊരു പ്രത്യേക പദപ്രയോഗമാണ്. വളരെ ആഴത്തിൽ പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ജഡം എന്ന വിഷയം. ജഡം എന്ന വിഷയം ഒരർത്ഥത്തിൽ ജീവൻ എന്ന വാക്കിന്റെ നേരെ എതിർവാക്കായിട്ട് കണക്കാക്കാവുന്നതാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനമായ വിഷയമാണ് ജീവൻ എന്ന വിഷയം, അതുപോലെ തന്നെ മരണം അല്ലെങ്കിൽ ജഡം എന്ന വിഷയങ്ങളൊക്കെ വാക്കുകൾ. ജീവൻ എന്നതിന് പല വാക്കുകൾ വേദപുസ്തകം അവതരിപ്പിക്കുന്നുണ്ട്. എബ്രായ, ഗ്രീക്ക് ഭാഷകളിൽ ദൈവത്തിന്റെ ജീവനുണ്ട്, മനുഷ്യന്റെ ജീവനുണ്ട്, മറ്റ് ഇതര ജീവജാലങ്ങളുടെ ജീവനുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്നും ദൈവോദ്ദേശത്തിൽ വ്യതിചരിച്ചു പോയപ്പോൾ അവൻ ഭക്ഷണം കഴിച്ച് ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, അവൻ സന്തതിയെ ജനിപ്പിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണെങ്കിലും ദൈവികമായ അരുളപ്പാടുകളും ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും ദൈവം നോക്കുമ്പോൾ മനുഷ്യൻ ജഡം തന്നെയാണെന്ന് പറയും. ജഡം എന്ന വാക്ക് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ശരീരം എന്ന ആശയത്തിലല്ല, മറിച്ച് മറ്റൊരു ആശയത്തിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവത്തിന്റെ ജീവൻ വേണ്ടും വിധം മനുഷ്യരിൽ ഇല്ലാതെ കാണുമ്പോൾ ആ വ്യക്തിയെ അങ്ങനെയുള്ള അവസരത്തിൽ മനുഷ്യനെ ദൈവം വിളിക്കുന്നതാണ് ജഡമെന്ന്. ദൈവാത്മാവിന്റെ ജീവനില്ലാത്ത എല്ലാം ദൈവത്തെ സംബന്ധിച്ച് ജഡമാണ്. ഇവിടെയാണ് നമ്മൾ ഉണർവ് എന്ന വാക്കിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന്റെ 8-ാം അധ്യായത്തിൽ ധാരാളമായി കാണുന്ന ഒരു വാക്കാണ് ജഡമെന്നുള്ളത്. നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ 6-ാം വാക്യത്തിൽ, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പോൾ ജഡത്തിനും ഒരു ജീവനുണ്ട് എന്നുള്ളത് ബൈബിൾ കൃത്യമായി പറയുകയാണ്. ജഡമെന്നാൽ ജീവനില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ഒരു പ്രത്യേക ജീവനില്ലാത്ത അവസ്ഥയാണ്. അതായത് ദൈവിക ജീവന്റെ അഭാവമുള്ള അവസ്ഥയാണ്. അപ്പോൾ തന്നെ
ദൈവത്തിന് ഹിതകരമല്ലാത്ത എതിരായ പ്രവർത്തിക്കുന്ന മറ്റൊരു ജീവൻ ആക്ടിവേറ്റ് ആയി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ജഡം എന്നുള്ളത്. അപ്പോൾ ജഡത്തിന്റെ ചിന്ത എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ജീവൻ ഉണ്ട്. ജീവൻ ഉള്ളത് കൊണ്ടാണല്ലോ ചിന്തിക്കാൻ സാധിക്കുന്നത്. ജഡത്തിന്റെ ചിന്ത, ദൈവത്തോട് ശത്രുത്വം. അപ്പോൾ ദൈവത്തിന്റെ ജനത്തിൽ അവർ ദൈവത്തിന്റെ ജീവൻ വേണ്ടും വിധം തങ്ങളിലേക്ക് സ്വീകരിക്കാതെ തങ്ങളുടെ സ്വയത്തിൽ സെൽഫ് ലൈഫായി ജീവിക്കുമ്പോൾ അവരെ പറ്റി പറയുന്നതാണ് ജഡം എന്നുള്ളത്. നമ്മളത് വീണ്ടും റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ 13-ാം വാക്യത്തിലൊക്കെ ഈ വാക്ക് കാണുന്നുണ്ട്. നമ്മൾ ജഡത്തിനല്ല കടക്കാരാകുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം എന്ന് പറയുന്നുണ്ട്. വളരെ ആഴത്തിൽ ചിന്തിക്കുവാൻ സാധിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്. അപ്പോൾ ജഡത്തെ അനുസരിച്ചും വിശ്വാസികൾക്ക് ജീവിക്കാൻ കഴിയും. എന്നാൽ അത് മരണമെന്ന് പറയുകയാണ്. ഇവിടെ പറയുന്ന മരണവും കേവലം ശാരീരിക മരണം എന്ന് പറയുന്നതിനേക്കാൾ അല്പം കൂടി കടന്നും അത് മനുഷ്യന്റെ ഒരു ദേഹീ തലത്തിലുള്ള മരണമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ജഡത്തിൽ ആൾക്കാർ, വിശ്വാസികൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ ജഡത്തിൽ തുടരുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ മരണം എന്നുള്ളത് ദൈവം നോക്കുമ്പോൾ അവൻ ജഡം തന്നെയല്ലയോ എന്നുള്ള ആദിയിൽ എന്ന പോലെയുള്ള അവസ്ഥയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ 85-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ ഉണർവിനെ സംബന്ധിച്ച് ഏറ്റവും അതിപ്രധാനമായി പറയാറുള്ള വേദഭാഗം, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്ന് കോരഹ് പുത്രന്മാർ അവിടെ ആവലാതിപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുകയാണ്. ഇവിടെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ, ഈ വാക്ക് ജീവിപ്പിക്കുകയില്ലോ എന്നുള്ള വാക്കാണ് ഉണർവ് എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. അതിന്റെ മൂലഭാഷയായ ഹീബ്രുവിൽ ആ വാക്ക് ഹയാഹ് എന്ന ധാതുവിൽ നിന്നുണ്ടായതാണ്. ടാഹയേനു എന്നാണ്. അപ്പോൾ വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നതാണ് ഉണർവ്. ജീവിപ്പിക്കപ്പെടാത്തത് ഒന്നും തന്നെ ഉണർവല്ല. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഉണർവിലേക്ക് വരാത്തത് എല്ലാം മൃതാവസ്ഥയിലുള്ളതാണ്, അഥവാ ജഡീകാവസ്ഥയിൽ തുടരുന്നതാണ്. അത് അപകടമാണ്. ഇതെല്ലാം വിശ്വാസികളുള്ള ബന്ധത്തിലാണ്. അപ്പോൾ വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളുടെയും കാര്യത്തിൽ അവർക്ക് ജഡജീവിതത്തിൽ സ്വന്തം ഇഷ്ടത്തിൽ ദൈവത്തിൽ നിന്നകന്ന് ദൈവോദ്ദേശത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുവാൻ കഴിയും. അത് മൃതാവസ്ഥയാണ്, അത് ജഡീകാവസ്ഥയാണ്, അത് ഉണർവല്ല, അത് വേണ്ടും വിധം ജീവിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എന്നാൽ കോരഹ് പുത്രന്മാർ പറയുന്നത്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും. അവിടെ വീണ്ടും എന്നുള്ള വാക്ക് ഈ 85-ാം സങ്കീർത്തനത്തിൽ പല സ്ഥലത്തായിട്ടുണ്ട്. അതിന്റെ 1-ാം വാക്യത്തിൽ തന്നെ തിരിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളതും, 3-ാം വാക്യത്തിൽ അവസാനം വിട്ടുതിരിക എന്നുള്ളതും, 4-ാം വാക്യത്തിൽ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നുള്ളതും, 8-ാം വാക്യത്തിലെ തിരിയാതിരിക്കുക അല്ലെങ്കിൽ തിരിയുക. ഈ വാക്കുകളെല്ലാം തന്നെ അതേ വാക്ക് തന്നെയാണ് 6-ാം അധ്യായത്തിലെ വീണ്ടും എന്നത്. അപ്പോൾ ഇങ്ങനെയും ചിന്തിക്കാം, ഇങ്ങനെയും നമുക്കതിനെ തർജ്ജമ ചെയ്യാം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ തിരിച്ചു വരുത്തി ജീവിപ്പിക്കുകയില്ലയോ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ മടക്കി വരുത്തി ജീവിപ്പിക്കുകയില്ലയോ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ജീവിപ്പിക്കുകയില്ലയോ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ തിരിച്ചു വരുത്തി അല്ലെങ്കിൽ മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്തി വീണ്ടും ജീവിപ്പിക്കുക. അപ്പോൾ വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഉണർവ്. ദൈവത്തിന്റെ ജനം ദൈവത്തിൽ നിന്നും തിരിഞ്ഞുപോയ അവസ്ഥയിൽ മാത്രം ബാധകമാകുന്നതാണല്ലോ ഉണർവ്, ജീവിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് ദൈവജനം അങ്ങേയറ്റം ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് ജീവിക്കുകയാണ്. അവർ തിരിഞ്ഞുപോയിരിക്കുന്നു, അവർ വിട്ടുപോയിരിക്കുന്നു, അവർ യഥാസ്ഥാനപ്പെടേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ആനന്ദിക്കുന്നത് തന്നെ മറ്റ് പലതിലുമാണ്. ദൈവത്തിൽ വേണ്ടുമെന്നും ആനന്ദിക്കുവാണെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ജനം മറ്റ് അനേക കാര്യങ്ങളിൽ ആനന്ദിക്കുകയാണ്. അവരുടെ യഥാർത്ഥ ആനന്ദം ദൈവമല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും ജീവിപ്പിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് മറ്റെല്ലാ ആനന്ദങ്ങളെക്കാൾ അതിനെയെല്ലാം ത്യജിച്ചുകൊണ്ട് വീണ്ടും ദൈവത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ ഉദാത്തമായ ആനന്ദത്തിലേക്ക്, ദൈവത്തോട് കൂടെ വസിക്കുന്നതിന്റെ ആനന്ദത്തിലേക്ക് ദൈവത്തിന്റെ ജനം മടങ്ങി വരുന്നതാണ് ഇവിടെ ആനന്ദം എന്ന് കാണുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്നത് മുടിയൻ പുത്രന്റെ ഉപമയിൽ അവിടെ പറയുമ്പോൾ എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ അവൻ വീണ്ടും ജീവിച്ചു എന്നാണ്. അവിടെ മരിക്കുക എന്നുള്ള ആശയത്തിന്റെ അർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിച്ചിരിക്കുന്ന മകനെ തന്നെയാണ്, ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണല്ലോ അവൻ മടങ്ങി വന്നത്. അപ്പോൾ മരിക്കുക, മരണം, ജഡം എന്നുള്ളതൊക്കെ ഒരു പ്രത്യേക ആശയത്തിലാണ് യഹൂദന്മാർ അതിനെ കാണുന്നത്. അപ്പോൾ ആ പുത്രൻ യഥാസ്ഥാനപ്പെട്ടു വന്നപ്പോൾ, തിരിച്ചു വന്നപ്പോൾ, മടങ്ങി വന്നപ്പോൾ, വീണ്ടും ജീവിച്ചപ്പോൾ അവിടെ പിതാവ് ആനന്ദിക്കുകയാണ്. പിതാവ് ഒത്തുള്ള ആനന്ദത്തിലേക്കുള്ള പ്രവേശനമാണ്. പിതാവിനോടൊത്ത് നിരന്തരമായി വസിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണർവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം എത്ര മഹോന്നതനാണ്, വലിയവനാണ്. തന്റെ ജനത്തെ മടക്കി വിളിക്കുകയാണ്.
കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായ നാളിൽ ഏറ്റവും ജീവിപ്പിക്കപ്പെട്ട നിലയിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സമൃദ്ധിയായ ജീവനിലേക്ക് ദൈവത്തിന്റെ ജനം മാനയിക്കപ്പെടുന്ന നാളുകൾ മാത്രമാണ് ഉണർവ്. അതല്ലാത്ത ഒന്നും തന്നെ ഉണർവല്ല. കേവലം ചില ഓളങ്ങളോ ഉളക്കിപ്പെരുപ്പങ്ങളോ പ്രത്യേകമായിട്ട് യാതൊന്നുമല്ല. മറിച്ച് സ്വയജീവിതത്തിൽ നിന്നും വ്യതിചലിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് പൂർണ്ണമായി അടിയറ വെച്ചുകൊണ്ട് സ്വയജീവനെ വെറുത്തുകൊണ്ട് ദേഹിജീവനെ ത്യജിച്ച് ദൈവജീവനെ ആവോളം ആഗ്രഹിക്കുന്നതാണ് ഉണർവ്. അതുകൊണ്ടാണ് പത്രോസ് എഴുതിയ ലേഖനത്തിൽ അതിന്റെ 1-ാം അധ്യായത്തിൽ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ജീവനെ ആഗ്രഹിക്കുകയും എന്ന് നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കൾക്ക് ജീവനുണ്ട്. പക്ഷെ വീണ്ടും പറയുകയാണ്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവനെന്ന്. അപ്പോൾ ഈ ജീവനെ അത്യധികം നമ്മൾ ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിലേക്ക് ജീവന്റെ ശക്തിയുടെ നിറവും വന്നെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടും വിധം ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ കഴിയുകയുള്ളൂ. പുകയുന്ന തിരിയെ കെടുത്തിക്കളയാതെ, ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാതെ, വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാട നൽകുന്നവൻ, വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്നവനായ നമ്മുടെ വലിയവനായ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മളെ ആ ജീവനിലേക്ക്, ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. അതിനുവേണ്ട ആ പഠനങ്ങളെയും അതിനുവേണ്ട ചിന്തകളെയും അതിനുവേണ്ട ഒരുക്കങ്ങളും ശുശ്രൂഷകളും വരുന്ന ദിവസങ്ങളിൽ ദൈവം നമുക്ക് കർത്താവിന്റെ ദാസന്മാരിൽ കൂടെ നൽകട്ടെ. കർത്താവിന്റെ പുണ്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നിന്റെ മഹത്വമാണേക ലക്ഷ്യം എന്റെ ജീവിതത്തിൽ യേശുവേ, നിന്റെ മഹിമയ്ക്കായി എന്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാനേഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ.